ஏம்பா லைன்ல வரக்கூடாதா? என்னடா கேள்வியா கேக்குற? அவன் ஏன் ஆளு? இல்லங்க லைன்ல வர சொன்னேன், அவ்வளவுதான். டாய் அம்மா ஏய் ஏய் நான் பூசா என்னடா முறைக்கிற? உன்னால என்ன ஒண்ணும் பண்ண முடியாதுடா. நான் ரங்கண்டா. இங்க ரங்கம் வச்சதாண்டா சட்டம். உனக்கு என்ன அடிக்கணுமா? உனக்கு என்ன அடிக்கணுமா? அடிக்கணுமா? அடா 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 என்ன அடி அடி. இவன் தான் கல்யாணம் பண்ண சார். അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ ഒപ്പിട്ട് കൊടുക്കാൻ. ഇപ്പൊ എവിടെയാടാ നിന്റെ കോടതി? അലക്സ് അല്ലേ? ഇങ്ങളെ പറ്റി നമ്മളെല്ലാം അറിഞ്ഞു. എന്റെ പേര് അബ്ദുൾ സലാം. എല്ലാരും എന്നെ അബൂക്കാന്ന് വിളിക്കും. അല്ലാ, രംഗനുമായി അടിയുണ്ടാക്കിയില്ലേ? വേണ്ടായിരുന്നു. അവന്റെ ഇടിയും പോലീസിന്റെ അടിയും. കണ്ടോ, അതാ രംഗൻ. കഴിക്കേ, പട്ടിണി കിടക്കണ്ട. ആ വന്നോ ആമിന? എന്റെ മോളുടെ പേര് ആമിന എന്നാ. ഇവൾക്ക് വേണ്ടി വെക്കണതാ ഈ റൊട്ടി. മരിച്ചുപോയി എന്റെ മോളുടെ ഓർമ്മയ്ക്ക് ഇപ്പൊ ഇവളെ ഉള്ളൂ. മരിച്ചു എന്ന് പറഞ്ഞാ എന്റെ മോളെ കൊന്നു. അവനെ ഞാനും കൊന്നു. ആ മോനിത് കഴിച്ചില്ല, കഴിക്കേ. ഇപ്പൊ കാര്യങ്ങളെല്ലാം ശുഭമായില്ലേ? തനിക്കെതിരെ ശ്രീമോള് മൊഴി കൊടുക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. എന്തായാലും ആ ശല്യം തീർന്നല്ലോ. താൻ എങ്ങനെ അവളെ കൊണ്ടത് പറയിച്ചു? ചേട്ടാ, മുള്ളു കൊണ്ട് തന്നെ എടുക്കണം. കാമുകിയുടെ മനസ്സല്ലേ, എന്തിനും തയ്യാറാവും. എന്താ മോളെ, എന്ത് പറ്റി? അങ്കിൾ, എന്റെ അലക്സിനെ രക്ഷിക്കണം പ്ലീസ്. അലക്സ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കരയാതെ കാര്യം പറ. അങ്കിൾ, അലക്സ് ഇല്ലാതെ ജീവിക്കാൻ എനിക്കറിയാം. ഞാൻ അലക്സിനെ പുറത്തു കൊണ്ടുവരാം. പക്ഷേ അവനെ മോടെ ചേട്ടനും അച്ഛനും ജീവനോടെ വച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇനി എന്ത് ചെയ്യണം? അങ്കിൾ പ്ലീസ് ഹെൽപ്പ് മീ. ശരി, അലക്സിനെ ഞാൻ രക്ഷിക്കാം. ഞാൻ പറയും പോലെ മോള് ചെയ്യുമോ?
എന്റെ അലക്സിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ കോടതിയിൽ അലക്സ് മോളെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറയൂ. No. അലക്സിന് മാക്സിമം 1-2 മാസത്തെ ശിക്ഷയെ കിട്ടും. അപ്പോഴേക്കും എല്ലാം ഈ ഐജിയങ്ങൾ ശരിയാക്കാം. താൻ എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചതോ. എന്തായാലും ഇനി താമസിക്കാൻ നമുക്ക് പിള്ളേരുടെ കല്യാണം നടത്താം. ഇനി അവൻ ജയിലിൽ നിന്ന് വന്ന് അത് പ്രശ്നമല്ല. ജയിലിനുള്ളിൽ പെട്ടുപോയാ പിന്നെ ശിക്ഷയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അലക്സ്, അയ്യോ രക്തം വരുന്നല്ലോ. സീക്കിരം പിടിങ്ങ ഹോസ്പിറ്റലിൽ കൂട്ടിട്ട് പോണം. സീക്കിരം ആവട്ടോ. ശ്രീദേവി റൂം നമ്പർ 54 ഞങ്ങൾ പുറത്ത് കാറി വെയിറ്റ് ചെയ്യാം. ഒക്കോ സന്ദർഭം മനസ്സിലാക്കി പ്രവർത്തിച്ചോ. ഡ്രസ് പിടിക്കേ. ഇതെന്നെ സാർ? സൈലൻസ് പ്ലീസ്. 64 நம்பர் பேஷண்ட் இறந்து போச்சு. சீக்கிரம் மோர்ச்சர்ல போடு. போ. எஸ் டாக்டர். போயா. அத பாருங்க, 71 நம்பர் பேஷண்ட்டுக்கு தூங்குறதுக்கு ஊசி போட்டிருக்கு. 2 hours தூங்கணும். யாரும் டிஸ்டர்ப் பண்ண கூடாது. நீங்களும் ஜாக்கிரதை. நீங்க கூட. ഞങ്ങൾ റെഡി ആവട്ടെ. അലക്സ്, അലക്സ്, ഞാൻ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. എന്തു പറ്റി? ഒന്നുമില്ല, പോകാം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇല്ല, നമ്മൾ പൊയ്ക്കൂടാ. പോകാൻ പാടില്ല. എന്തായി പറയുന്നത്? നമ്മൾ രണ്ടാളുടെയും കാര്യം മാത്രം ചിന്തിച്ചാ പോരാ. ഇപ്പോ ഞാൻ അലക്സിന്റെ ആ, ഈ നിന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ റൂമിലുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് കേൾക്ക്. അലക്സ് തിരിച്ചു പോണം. പോകണം. നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി. ശിക്ഷ
ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കണം. അല്ലാതെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അലക്സ് തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എന്റെ ശ്രീദേവി, അമ്മോ അലക്സ് കുട്ടിയുടെ മമ്മുഞ്ഞെ അവനവിടെ തിരിച്ചു വന്ന് കിടന്നു. അലക്സ് എന്തെങ്കിലും പറഞ്ഞ? ഇല്ല. സംഗതി ആകെ പൊളിഞ്ഞല്ലോ. എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ല. എന്താ എന്റെ ഉദ്ദേശം? ജയിലിയാടുക, തിരിച്ചു വരിക. ആ ചിരി ഒന്ന് കളഞ്ഞിട്ട് കാര്യം പറ മോനെ. ആ കാര്യം പറ. ശ്രീദേവിക്കും കുഞ്ഞിനും വേണ്ടി ഇനി ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കുഞ്ഞോ? അതേ അബുക്ക, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. മോനെ രംഗൻ. എവിടെ പോയി? ഇവിടെയാണല്ലോ ഇട്ടത്. ஏங்க என் ஷர்ட் பாத்தீங்களா? தெரியாது. நீங்க பாத்தீங்களா? பாக்கலையா? ഇവിടെയാണല്ലോ ഞാൻ ഉണക്കാനിട്ടത്. അലക്സ് കുട്ടി, എന്റെ ഷർട്ട് കണ്ടോ? ആ കണ്ടു. എന്നിട്ട് എവിടെ? ഇവിടെ ഇക്കണക്കിന് അനക്ക് കുഞ്ഞ് ജനിക്കുമ്പോ എനിക്ക് ഉടുതുണി ഉണ്ടാവൂ.